കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂരു എഫ്സിയും തമ്മിലുള്ള വിവാദ മത്സരവും സുനിൽ ഛേത്രിയുടെ വിവാദ ഗോളും ആരാധകർ മറന്നുകാണില്ല. അന്ന് റഫറിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് ഇവാൻ വുക്കമോനോവിച്ചും ബ്ലാസ്റ്റേഴ്സും ഗ്രൗണ്ട് വിട്ടപ്പോൾ അന്ന് ബ്ലാസ്റ്റേഴ്സിനെ പരിഹസിച്ചവരാണ് ബാംഗ്ലൂരു എഫ്സിയുടെ ഉടമ പാർത്ത് ജിൻഡാലും ബാംഗ്ലൂരു ആരാധകരും. എന്നാൽ സമാന അവസ്ഥ ബാംഗ്ലൂരു എഫ്സി ഉടമയ്ക്കും ആരാധകർക്കും വന്നിരിക്കുകയാണ് ഇപ്പോൾ. ഇന്നലെ ബാംഗ്ലൂരുവിൽ നടന്ന ബാംഗ്ലൂരു ഒഡീഷ മത്സരത്തിൽ 2-3 ഗോളുകൾക്ക് ബാംഗ്ലൂരു എഫ്സി പരാജയപ്പെട്ടിരുന്നു. മത്സരത്തിൽ BFC പ്രതിരോധ താരം അലക്സാണ്ടർ ജോവാനോവിച്ച് 26-ാം മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് പുറത്തായിരുന്നു. മത്സരത്തിൽ ആദ്യ 13 മിനിറ്റിൽ തന്നെ 2 ഗോളുകൾക്ക് മുന്നിൽ നിന്ന ബാംഗ്ലൂരു എഫ്സി ജോവാനോവിച്ച് പുറത്തായതിനു പിന്നാലെയാണ് 3 ഗോളുകൾ വഴങ്ങുകയും മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തത്. മത്സരത്തിൽ പരാജയപ്പെട്ടതോടെ റഫറിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബാംഗ്ലൂരു ഉടമയും ആരാധകരും. റെഡ് കാർഡ് കാണിച്ച റഫറിയുടെ ഇടപെടൽ സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം ചെയ്താണ് ബാംഗ്ലൂരു ഉടമ പാർത്ത് ജിൻഡാൽ രംഗത്തെത്തിയത്. മത്സരം കഴിഞ്ഞ് സ്റ്റേഡിയം വിടവെ റഫറിക്കെതിരെ ചാൻഡുകൾ മുഴക്കിയാണ് ബാംഗ്ലൂരു ആരാധകരും പ്രതിഷേധിച്ചത്. കൂടാതെ മത്സരത്തിന് ശേഷം മത്സരം കാണാനെത്തിയ ഒഡീഷ ആരാധകർക്കെതിരെ തുപ്പൽ പ്രയോഗവും ബാംഗ്ലൂരു ആരാധകർ നടത്തിയിരുന്നു.